പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ നമ്മെല്ലാവരെയും തൻ്റെ കൂദാശയിലേക്കും ഈ സുവിശേഷാഗ്നി ശുശ്രൂഷയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ സുവിശേഷാഗ്നി ശുശ്രൂഷ ലോകം മുഴുവനുമുള്ള കുടുംബങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ വചനമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. കർത്താവ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് ദാനമായി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയട്ടെ. സ്വർഗത്തിന്റെ അധികാരം നമുക്ക് ലഭിക്കട്ടെ. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് ലഭിക്കട്ടെ. ജ്ഞാനം ലഭിക്കട്ടെ. ഈശോ തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് തന്റെ ദേശത്തുള്ളവരെ വിസ്മയിപ്പിച്ചതുപോലെ കർത്താവിന്റെ അത്ഭുത കരങ്ങള് ഇന്ന് ലോകത്തിന് വിസ്മയമായിട്ട് എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, 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 കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് വലത് കരം നീട്ടി എന്നെ തൊടണമേ. എന്റെ കർത്താവേ, അവിടുന്ന് എന്നെ സ്പർശിക്കുമ്പോഴ് പരിശുദ്ധാത്മാവ് എന്റെ മേൽ എഴുന്നള്ളി വരികയും എന്നെയും എന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികള്, നിരാശയുടെ ശക്തികള്, അന്ധകാര ശക്തികള്, പൈശാചിക സ്വാധീനങ്ങള്, തിന്മയുടെ സ്വാധീനങ്ങള് ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ എന്റെ തമ്പുരാനേ, എന്റെ തമ്പുരാനേ, ഓ എന്റെ തമ്പുരാനേ, ഓ എന്റെ തമ്പുരാനേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. ഈശോയേ, ഈശോയേ, വിളിച്ച മക്കളെ, ഈശോയേ, 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 ഈശോയേ,
എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ നാം കടന്നു പോവുകയാണ്. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഒരു വയോധികനായ മനുഷ്യൻ വളരെ മനോഹരമായ റോസാപ്പൂക്കളുമായി ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ആ വയോധികൻ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. ഈ വയോധികൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന മനോഹരമായ റോസാപ്പൂക്കളിലാണ്. കുറച്ച് കഴിഞ്ഞ് വയോധികൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പായപ്പോൾ അയാൾ എഴുന്നേറ്റ് ആ റോസാപ്പൂക്കൾ എടുത്ത് ആ പെൺകുട്ടിയുടെ മടിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഞാനിതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ നീ ഇതിനെ നോക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാകുന്നത് ഞാനിത് നിനക്ക് തന്നിട്ട് പോകുമ്പോഴാണ്. ഇത് പറഞ്ഞിട്ട് ആ വയോധികൻ അവിടെ ഇറങ്ങി. ആ പെൺകുട്ടി കൃതജ്ഞതയോടെ ആ വയോധികനെ നോക്കി. അയാൾ പോകുന്നത് ശ്രദ്ധിച്ചു. അയാൾ ബസ്സിൽ നിന്നിറങ്ങി നേരെ പോയത് സെമിത്തേരിയിലേക്കാണ്. ഈ കഥയുടെ പേര് ഹൃദയം കൊണ്ട് കൊടുക്കുക എന്നാണ്. പ്രിയപ്പെട്ടവര്, നമുക്ക് രണ്ട് വിധത്തിൽ കൊടുക്കാൻ സാധിക്കും. ഹൃദയം തൊട്ട് കൊടുക്കാൻ സാധിക്കും, ഹൃദയം തൊട്ട് കൊടുക്കാതെ ഇരിക്കാനും സാധിക്കും. നാം ഒരു കാര്യം കൊടുക്കുമ്പോൾ ഹൃദയം തൊട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ലഭിക്കുന്നവന് വലിയ അനുഭവമായിരിക്കും. നാം ഹൃദയത്തെ തൊടാതെയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നവർക്ക് വളരെ അസഹനീയതയായിരിക്കും ഉണ്ടാകുക. ഈ ഒരു കുഞ്ഞ് കഥ പറഞ്ഞിട്ട് നാം ഇന്നത്തെ വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദൈവം തന്ന ഒരു വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനം ഇങ്ങനെയാണ്: യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെടുകയുണ്ടായി. പലരും അത്ഭുതപ്പെട്ടു, പലരും വിസ്മയിച്ചു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥ ഇവിടെ കൊണ്ടുവരാൻ കാരണം കർത്താവിൻ്റെ വചനപ്രഘോഷണം, കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും ഹൃദയം തൊട്ടുകൊണ്ടുള്ളതായിരുന്നു. ഹൃദയം തൊട്ടുകൊണ്ടതായതുകൊണ്ടാണ് അത് കേട്ടവർ വിസ്മയിച്ചത്, അത്ഭുതപ്പെട്ടത്. പലപ്പോഴും കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ കണ്ട് അവർ അത്ഭുതപ്പെട്ട് വിസ്മയിച്ച് പലരും പറയാറുണ്ടല്ലോ, ഇവന് ഈ അധികാരം എവിടെ നിന്നാണ്, ഇവൻ ഈ പവർ ലഭിച്ചത് എവിടെ നിന്നാണെന്ന് സുവിശേഷങ്ങളുടെ പല ഭാഗങ്ങളിലും നാം വായിച്ചു കേൾക്കാറുള്ളതാണല്ലോ. അപ്പം അതാണ് ഹൃദയം തൊട്ട് ഈശോ വചനം പറയുന്നു. ഈശോ അന്യനാടുകളിൽ വചനം പറഞ്ഞു. ഈശോ ഈ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത് പല സ്ഥലങ്ങളിൽ അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടാണ്. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തി, പിശാചബാധിതനെ സുഖപ്പെടുത്തി. അതിനുശേഷമുള്ള അതാണ് തൻ്റെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മറ്റു ദേശങ്ങളിലെല്ലാം ഈശോ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു റബ്ബിയായി, വലിയൊരു വചനപ്രഘോഷകനായി ഈശോ മാറിയിരിക്കുന്നു. എന്നിട്ടാണ് ഈശോ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. ഇനി സ്വന്തം നാട്ടിൽ വരുമ്പോൾ നടക്കുന്ന കാര്യമാണ്
രണ്ടാമത്തെ ഭാഗത്തിൽ അവർ പരസ്പരം പറഞ്ഞു, ഇവന് എവിടെ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്? ഇവൻ ആരാണ്? ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടിയതാണ്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. അതുവരെ വളരെ പോസിറ്റീവാണ്. ഇവൻ്റെ ജ്ഞാനം എവിടെ? ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്ന അത്ഭുത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരങ്ങ് വിസ്മയിക്കുകയാണ്, അത്ഭുതപ്പെടുക. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതുവരെ നടന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ് ഈ വചനത്തിൻ്റെ. അവിടെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരികയാണ്. അവരുടനെ പറയുക, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസേ, യൂദാസ്, ഷെമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഈശോയെ കണ്ടോ, ഇവിടെ രണ്ട് വിഭാഗ ജനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. തൻ്റെ സ്വന്തം നാട്ടിൽ ഒരു കൂട്ടര് അവനെക്കുറിച്ച് അവനെ അത്ഭുതപ്പെട്ടു, അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവനെ അഭിനന്ദിച്ചു, അവർ വിസ്മയിച്ചു. മറ്റൊരു കൂട്ടര് നോക്കിക്കേ, വളരെ നെഗറ്റീവായിട്ട് അവനെ താഴ്ത്തിക്കെട്ടാൻ, അവനെ ഇകഴ്ത്തി സംസാരിക്കാനായിട്ടുള്ള അവരുടെ പരിശ്രമം കണ്ടില്ലേ? ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലേ? അവർ അവനിൽ ഇടറി എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിച്ചില്ല. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, ഈശോ അവിടെ വരികയാണ്, സ്വഭവനത്തിലും സ്വദേശത്തും സ്വന്തം ജനങ്ങളുടെ മുൻപിലും അല്ലാതെ ഒരു പ്രവാചകനും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവ് പ്രവാചകന്മാരെ ഉയർത്തും, അഭിഷേകമുള്ളവര്, വരമുള്ളവര്, രോഗശാന്തി നടത്തുന്നവര്, ഡെലിവറൻസിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവര്. കർത്താവ് തൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രവാചകൻ, ഒരു അഭിഷേകമുള്ളവൻ, ഒരു കഴിവുള്ളവൻ, അവൻ തിരസ്കരിക്കപ്പെടുന്നത്, താഴ്ത്തിക്കെട്ടപ്പെടുന്നത് സ്വന്തം ജനത്തിനിടയിലും സ്വന്തം കുടുംബത്തും സ്വന്തം ദേശത്തുമാണെന്ന് തൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് വലിയ ഒരു സത്യം ഈശോ പഠിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് കൂട്ടരെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൂട്ടർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, ഒരു കൂട്ടർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടം ജനങ്ങളിൽ ഒരു കൂട്ടർ യേശുവിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും പ്രബോധനത്തിലും അധികാരത്തിലും വിസ്മയം കൊള്ളുന്ന അത്ഭുതപ്പെടുന്ന ജനം. രണ്ടാമത്തേത്, ഈശോ സ്വന്തം നാട്ടുകാരനായതുകൊണ്ട്, കുടുംബക്കാരനായതുകൊണ്ട്, പരിചയക്കാരനായതുകൊണ്ട് അവനെ താഴ്ത്തിക്കെട്ടാൻ, അവനിൽ വലിയ നന്മ കാണാതിരിക്കാൻ പരിശ്രമിക്കുന്ന വേറൊരു കൂട്ടര്. ഈ രണ്ട് കൂട്ടം ജനങ്ങളിൽ അവരിൽ രണ്ട് തരത്തിലുള്ള സ്വഭാവമാണ്. ഈ ജനത്തിന് രണ്ട് തരം സ്വഭാവമാണുള്ളത്. ഒന്ന്, ഈ ലോകത്ത് സംഭവിക്കുന്നതൊന്നും അത്ഭുതമല്ല എന്ന് കരുതി ഒന്നും മാനിക്കാതെ പോകുന്ന കൂട്ടര്. അത് അവരാണ് ആരെയും ബഹുമാനിക്കില്ല, അവർ മറ്റുള്ളവരുടെ നന്മ കാണില്ല, മറ്റുള്ളവരുടെ കഴിവുകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കില്ല. അവരാണ് ഒരു കൂട്ടര്. നോക്കി, ആ കൂട്ടരെ കുറിച്ച് പറയുന്നത്, ഈ ലോകത്ത് സംഭവിക്കുന്നതൊന്നും അത്ഭുതമല്ല എന്ന് കരുതി ഒന്നിനെയും ആരെയും മാനിക്കാത്ത ഒരു കൂട്ടര്. എന്നാൽ രണ്ടാമത്തെ കൂട്ടര് സംഭവിക്കുന്നത് മുഴുവനും അത്ഭുതമാണെന്നും യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളിലൂടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടര്. അപ്പോൾ പ്രിയപ്പെട്ടവര്, ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിൽ, ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം ധ്യാനിക്കണം, അതിൽ ഏത് വിഭാഗത്തിലാണ്, ഏത് തരം സ്വഭാവമാണ് എൻ്റേത്, ഏത് തരത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് നാം ധ്യാനിക്കണം. ആദ്യം സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നവരാണോ ഞാൻ, അതോ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നവനാണോ ഞാൻ? എൻ്റെ ചുറ്റുപാടും കഴിവുകളും വരങ്ങളും കൃപകളും ഉള്ളവരെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ തരം കിട്ടുമ്പോഴൊക്കെ നാം അവരെ ചവിട്ടിത്താഴ്ത്തുകയും അവരെ പിന്നിലാക്കുകയും ചെയ്യുന്നവരാണോ? മറ്റുള്ളവരുടെ നന്മ നാം പറയാതെ
ബോധപൂർവം മറച്ചു പിടിക്കുന്നവരാണോ എന്ന് നാം ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം. ഇപ്പോൾ നാം ഈ ശുശ്രൂഷ നടക്കുന്ന പള്ളി വയനാട്ടിൽ പ്രശസ്തമായ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ അൾത്താരയിലാണ് ഈശോ ഇന്ന് എഴുന്നള്ളിയിരിക്കുന്നത്. പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തിലെ അൾത്താരയിലാണ് ഇന്ന് ഈ ശുശ്രൂഷ നടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ ഇവിടെയുണ്ട്. അപ്പം എൻ്റെ ഒരു മാസത്തെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഇത് ഏതെങ്കിലും ഒരു പള്ളിയെക്കുറിച്ചല്ല, ഒരു പക്ഷേ നമുക്ക് എല്ലാ പള്ളികളെക്കുറിച്ചും എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ വലിയ പരിശുദ്ധ അമ്മയുടെ വലിയ പ്രതിഷ്ഠയുള്ള അനേക അത്ഭുതങ്ങൾ നടക്കുന്ന, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന, കോവിഡ് പ്രോട്ടോക്കോളുകൾ ഉണ്ടായിട്ട് പോലും അനേകം തീർത്ഥാടകർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി വരുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് സുവിശേഷാഗ്നി ശുശ്രൂഷ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ഞാനിവിടെ രണ്ട് കൂട്ടം മനുഷ്യരെ കണ്ടുമുട്ടുകയാണ്. രണ്ട് വിഭാഗം ആൾക്കാരെ കണ്ടുമുട്ടുന്നു. ആദ്യത്തെ കൂട്ടർ ഇതാണ്: ഈ ദേവാലയത്തെക്കുറിച്ച്, ഇതിൻ്റെ കൃപകളെക്കുറിച്ച് അറിയുന്നവർ. ഇടവക ജനങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥർ ഈ കോവിഡ് കാലത്തും വിറയലോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഈ പള്ളി പരിസരത്തിലേക്ക് വന്ന ആൾക്കാർ. അപ്പം അതാണ് ഞാൻ ഈ ഒരു മാസം ഞാൻ കാണുന്നതാണ്. ഒരു വലിയ കൂട്ടരെ ഞാൻ കാണുന്നു. അത് ഇടവക ജനങ്ങൾ മാത്രമല്ല, മറ്റ് ഇടവക ജനങ്ങൾ, നാനാജാതി മതസ്ഥർ, ദൂരെയുള്ള ആൾക്കാർ, അവർ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഈ കോവിഡ് കാലത്ത് പോലും വിറയലോടും ഭക്തിയോടും സ്നേഹത്തോടും ഈ പള്ളിയിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക് മാറാതെ അവർ വരുന്നു. പള്ളിക്കു ചുറ്റും അവർ ജപമാല ചൊല്ലിക്കൊണ്ട് നേർച്ച നടത്തുന്നു. കല്ല് ചുമന്നുകൊണ്ട് ഇവിടുത്തെ നേർച്ച അവർ പള്ളിയുടെ ചുറ്റും അവർ അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ പള്ളിയുടെ ചുറ്റും മുട്ടിലിഴയുന്നവരെ ഞാൻ കണ്ടു. പള്ളിയുടെ ചുറ്റും ഉരുള് നേർച്ച നടത്തുന്നവരെ ഞാൻ കണ്ടു. ഒരു വിഭാഗം ജനങ്ങളെ കാണുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടരെയും എൻ്റെ ശ്രദ്ധയിൽ കാണുവാനും അല്ലെങ്കിൽ കേൾക്കുവാനും സാധിച്ചു. അച്ഛാ, ഇവിടെ വേറൊരു രണ്ടാമത്തെ കൂട്ടരുണ്ട് എന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു. അതിതാണ് പള്ളിപ്പെരുന്നാളുകൾക്ക് മാത്രം സജീവമാകുന്നൊരു കൂട്ടരെ കുറിച്ച് ഞാൻ കേട്ടു. ഈ പള്ളിയുടെ യഥാർത്ഥ മഹത്വം തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത ഒരു കൂട്ടരെയാണ് ഞാൻ കണ്ടത്. അതൊരു പക്ഷേ ഈ പള്ളിയുടെ മാത്രം കഥയല്ല. എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് രണ്ട് കൂട്ടരെ കാണാൻ സാധിക്കും. അതായത് ഈശോയുടെ അടുത്തേക്ക് വിറയലോടും ഭയത്തോടും കൂടി വരുന്നത്, പരിശുദ്ധ കുർബാനയുടെ ശക്തി തിരിച്ചറിയാത്തൊരു കൂട്ടര്. അപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എപ്പോഴും ഈ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം ഇന്ന് ധ്യാനത്തിലേക്ക് വരുമ്പോൾ എന്താണ് നാം ചിന്തിക്കേണ്ടത്? യേശു ദേവാലയത്തിലേക്ക് വരുന്ന സംഭവമാണ് നാം വായിച്ചത്. അവിടെ ഈശോ തൻ്റെ സ്വന്തം നാട്ടിൽ ദേവാലയത്തിൽ വരുമ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ജനങ്ങളെ കർത്താവ് അവിടെ കണ്ടുമുട്ടുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ അത്ഭുതം പൂണ്ടവർ, കർത്താവിൻ്റെ ശുശ്രൂഷകൾ കണ്ട് വിസ്മയിച്ചവർ, വിറയലോടെ ഭക്തിയോടെ ആരാധനയോടെ യേശുവിനെ സമീപിക്കുമ്പോൾ വേറൊരു കൂട്ടര് ഇതിനെ പരിഹസിച്ചുകൊണ്ട് താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഈശോയുടെ മഹത്വം തിരിച്ചറിയാതെ കഴിയുന്ന ഒരു വിഭാഗവും. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം മാമോദീസ നൽകിയിട്ടുള്ളവരാണ്. സ്ഥൈര്യലേപനം നമുക്ക് നൽകിയിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂദാശ നാം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വചനപ്രഘോഷണങ്ങളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്, ധ്യാനങ്ങളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ധ്യാനിക്കണം. കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഭയത്തോടും വിറയലോടും കൂടി
കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പിന്നാലെയാണോ അതോ നാം ബാഹ്യമായ കാര്യങ്ങളുടെ പിന്നാലെയാണോ എന്ന് നാം തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം നികത്തി ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക്, ഒരു പുതിയ സുവിശേഷ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവായ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹത്വം ഇന്ന് നാം തിരിച്ചറിയുകയാണ്. വചനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ദിവസമാണ്. നമ്മുടെ ദേവാലയങ്ങളുടെ മഹത്വം തിരിച്ചറിയേണ്ട ദിവസമാണ്. ഭയത്തോടും വിറയലോടും കൂടി കർത്താവിൻ്റെ കൂദാശയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, മക്കളെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സങ്കടങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. നിന്റെ വേദനകളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. അതനുഭവിക്കാനുള്ള വലിയൊരു അഭിഷേകത്തിലേക്ക് നീ കടന്നു വരട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന രോഗാണുക്കള്, നിന്നെ ബാധിച്ചിരിക്കുന്ന രോഗപീഠകള്, നിന്നെ ബാധിച്ചിരിക്കുന്ന പൈശാചിക പീഠകള്, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികള് ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നിനക്ക് ലഭിക്കട്ടെ. പറഞ്ഞേ ആമേൻ. വർഷങ്ങളുടെ പഴക്കമുള്ള കടബാധ്യതകളുടെ മേൽ കർത്താവിന്റെ ശക്തിയാൽ നിനക്കിന്നിപ്പോൾ തന്നെ വിടുതൽ ലഭിക്കട്ടെ. പറഞ്ഞേ ആമേൻ. വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങള് കർത്താവിന്റെ ശക്തിയാൽ ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ മകന്റെ മകളുടെ കല്യാണ തടസ്സങ്ങളുടെ മേല് കർത്താവായ യേശു നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. നിന്റെ വേദനകൾ, നിന്റെ കുഞ്ഞു മക്കളുടെ ശൈശവ സംബന്ധമായ രോഗങ്ങളുടെ മേല് കർത്താവിന്റെ അഗ്നി ഇറങ്ങി വരട്ടെ. നിന്റെ ജീവിതത്തിലെ, നിന്റെ പറമ്പിലെ, നിന്റെ കൃഷിയുടെ, നിന്റെ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങള് കർത്താവായ യേശുവിന്റെ നാമത്താൽ അവയെല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മുൻപിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അഗ്നി നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് വചനത്തിന്റെ മഹത്വം നിനക്ക് മനസ്സിലാക്കാം. യേശു നാമത്തിന്റെ മഹത്വം നീ മനസ്സിലാക്കാം. യേശുവിന്റെ ശക്തി സാന്നിധ്യമുള്ള സ്ഥലങ്ങളുടെ മഹത്വം മനസ്സിലാക്കാം. നിന്നെയും നിന്റെ കുടുംബത്തെയും കർത്താവ് ഒരുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തൊടണമേ കർത്താവേ, തൊടണമേ യേശുവേ. സൗഖ്യം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ ഉറക്കത്തിലെ ഞെട്ടല്, ദുസ്വപ്നങ്ങള്, ശൈശവ സംബന്ധമായ രോഗങ്ങള്, അലർജി രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലെ എല്ലാ കുഞ്ഞുമക്കളെയും ശിശുക്കൾക്കും ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. യേശുവേ. തൊടണമേ യേശുവേ. സൗഖ്യം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. യുവജനങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും സമർപ്പിക്കുന്നു. മദ്യപാനത്തിന് അടിമപ്പെട്ടുപോയ ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വിടുതൽ കൊടുക്കണമേ. യേശുവേ, മയക്കുമരുന്നിന് അടിമപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാർക്ക് യേശുനാമത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. യേശുവേ. തൊടണമേ യേശുവേ. സൗഖ്യം നൽകണമേ.
മാരകമായ ട്യൂമറും മാരകമായ ക്യാൻസറും ഉദര സംബന്ധമായ രോഗങ്ങളാലോ മറ്റ് ശാരീരിക പീഡകളാലോ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇപ്പോൾ തന്നെ ആവസിച്ച് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. യേശുവേ തൊടേണമേ. സ്പർശിക്കുക കർത്താവേ, സ്പർശിക്കുക കർത്താവേ. യേശുവേ സൗഖ്യം നൽകേണമേ. കർത്താവേ, മാരകമായ പകർച്ചവ്യാധി കോവിഡ് എന്ന മഹാമാരി നിമിത്തം ഇപ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുന്ന, ശ്വാസം കിട്ടാതിരിക്കുന്ന, നെഗറ്റീവ് ആകാതെ വിഷമിക്കുന്ന എല്ലാ മക്കളുടെ മേല് കർത്താവേ നിന്റെ അഗ്നി ഇപ്പോൾ തന്നെ ഇറങ്ങി വന്നുകൊണ്ട് ആ മക്കളെ, ആയിരങ്ങളെ, പതിനായിരങ്ങളെ ഈ നിമിഷം സുഖപ്പെടുത്തണമേ. യേശുവേ തൊടേണമേ. ഈശോയേ സൗഖ്യം നൽകേണമേ. നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്തേ. കർത്താവിന് നമ്മുടെ കാൽമുട്ടിന്റെ വേദനകൾ വിട്ടുകൊടുത്തേ, കാൽപാദങ്ങളുടെ രോഗങ്ങൾ വിട്ടുകൊടുത്തേ, വാതരോഗങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തേ, നട്ടെല്ലിന് സൗഖ്യമില്ലാത്ത അവസ്ഥകൾ വിട്ടുകൊടുത്തേ, ഉദര സംബന്ധമായ രോഗങ്ങള്, ഗ്യാസിന്റെ രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ശ്വാസം മുട്ടലുകള്, തൊണ്ടവേദനകള്, കണ്ണുവേദനകള്, ചെവി വേദനകള്, മോണ പഴുപ്പുകള് കർത്താവിന് വിട്ടുകൊടുത്തേ. നമ്മുടെ ഈശോയ്ക്ക് നിന്നെ ഇന്ന് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങള് ഈശോയുടെ നേരെ നീട്ടി പാടിക്ക മക്കളെ. യേശുവേ തൊടേണമേ. ഈശോയേ സൗഖ്യം നൽകേണമേ. In the name of Jesus, power. In the name of Jesus, bless. Amen. 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 In the name of Jesus, bless. കരങ്ങളൊക്കെ കുപ്പിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. അരികിൽ വരേണേ സദയം തൊടേണേ. സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ. സുഖമായിടും എൻ്റെ ഉള്ളം. ആരാധന 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 ആരാധന. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ